നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ സത്യത്തിൽ ഭയം തോന്നി തുടങ്ങി. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിലും ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങളോടുള്ള വിരോധം അധികരിച്ചു വരികയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസംഗിയുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ പോയതാണ്. പക്ഷേ ആ ക്രിസംഗി വിചാരിച്ചു വന്നിട്ടുള്ളത് ഒരു മുസ്ലിം ആണെന്ന്. അപ്പോൾ അയാളോട് എങ്ങനെയാണ് ഈ ക്രിസംഗി പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ആളുകളുടെ ഇത്തരത്തിലുള്ള സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീന്റെ കംപ്ലൈന്റ് നോക്കാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കാതയിൽ കടുക്കലിട്ടേക്കുന്നതും എൻ്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിന്റെ പേരെന്നാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ഇന്നതാണ്. എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൈലക്കൊമ്പിലാണ് വീട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട്, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോട് ഞാൻ ഓർത്തേ കാക്കാനാന്നോർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പൊ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ, തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാരെ കീഴടക്കി, ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഒരു മതിലപ്പുറം, അതായത് ഒരു ഭിത്തിക്ക് അപ്പുറം താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇന്നും രാവിലെ കഴിച്ചിട്ട് പോയ ഞാൻ മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. കുട്ടിക്കാലത്ത് എല്ലാ നബിദിന റാലിക്കും ഒരുപോലെ അവരുടെ കൂടെ ഒപ്പം പോയി ഒരുപോലെ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആ എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. എന്റെ സഹോദരത്തുള്ളിലായിട്ടുള്ള എന്റെ ജ്യേഷ്ഠനെ പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന ഷനൂഫുക്ക, ആ ഷനൂഫുക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കുളിച്ചുറങ്ങി അവിടെ താമസിച്ച് ജീവിക്കുന്ന, ഒരു കുടുംബം പോലെ ജീവിക്കുന്ന എന്നോടാണ് ഇയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ അത്തരം ഒരു കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കി ആരോടും ഞാൻ സൗഹൃദം കൂടിയിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ ദഫ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ദഫ് കളിക്കാനായിട്ട് സ്കൂളിലെ ദഫ് ടീമിൽ ചേരുകയും അതുപോലെ സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് വരെ പോയി ദഫ് കളിച്ച ഒരാളാണ് ഞാൻ. അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിതം തന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. കാരണം ഞാൻ മലയാളം ആൽബം മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വർക്കുകളെല്ലാം തന്നിരുന്നത് മുസ്ലിംസാണ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. കൊല്ലം ഷാഫിക്കൊക്കെ കൈ വിടാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള മനുഷ്യനാണ്, ഇന്നും ഇപ്പോഴും ഈ നിമിഷവും. അങ്ങനെയുള്ള എന്നോടാണ് ഇദ്ദേഹം മുസ്ലിം വിരുദ്ധത പറയുന്നത്. അയാൾ പറഞ്ഞ വർത്താനം, നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്നെങ്കിലേ ഇവന്മാരെ നേരിടാൻ പറ്റുള്ളൂ. എന്താവശ്യത്തിന് നേരിടുന്നത്? ഇവിടെ എന്തായാലും മാത്രം സംഭവിച്ചിട്ടുള്ളൂ, എനിക്ക് മനസ്സിലായില്ല. അതിന് മാത്രം ഈ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് മനസ്സിലായില്ല. തീർച്ചയായിട്ടും വലിയ ഭയവും വലിയ ദുഃഖവും ഉണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും. ശരിക്കും പേടിയാവും നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പണ്ട് സ്കൂളിൽ പ്രതിജ്ഞയൊക്കെ ചൊല്ലി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്ക് തന്നെ വേണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം, നമ്മൾ വളർന്നു വരുന്ന നമ്മളുടെ മക്കളിലേക്കെങ്കിലും ഇത്തരം വിഷം കുത്തിവെക്കുന്ന ആളുകളെ മക്കളുടെ അടുത്തുനിന്നെങ്കിലും നമുക്ക് അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ചിലപ്പം വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ഞാൻ പേടിക്കുന്നു. ആ അവസാനം പറഞ്ഞത് അത് 100% ശരിയാണ്. കാരണം വരും തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരിലേക്ക് ഈ ഒരു വർഗീയ വിഷം എത്തിക്കാതിരിക്കാൻ പാരന്റ്സ് ഒക്കെ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ നാടൊക്കെ എവിടെ എത്തിച്ചേരുമെന്ന് ഊഹിക്കാൻ പോലും നമുക്കൊന്നും സാധിക്കില്ല. നമ്മുടെ നാട്ടിലെ ചില ക്രിസംഗികൾ പോയി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താണ്? ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമിക് കൺട്രിയോടാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർ പോയി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതേ ഇസ്രായേൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ നടിക്കുന്നു. ഒരുപാട് വീഡിയോസ് ഇസ്രായേലി സോൾജേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ജീസസ് ക്രൈസ്റ്റ്, മദർ മേരിയുടെ ഒക്കെ സ്റ്റാച്യു അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോസ് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അത് കണ്ടതുമാണ്. എന്നിട്ടും ഇവിടെയുള്ള, അതായത് ക്രിസംഗികൾ അത് പഠിക്കുന്നില്ല. ഇനി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ
നോർത്ത് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ചേർച്ചസ് അതുപോലെ ചാപ്പൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സോക്കോൾ സംഘികൾ അടിച്ചു തകർക്കുന്നുണ്ട്, കയറിയിട്ട് മേയുന്നുണ്ട് അതിനുള്ളിലൊക്കെ കയറിയിട്ട്. അതുപോലെ അവിടെയുള്ളൊക്കെ പ്രീസിനെയൊക്കെ തല്ലുന്നുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ക്രിസംഖികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച് ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് പറയുന്നു നമ്മൾ ക്രിസ്ത്യാനിയും അതുപോലെ ഹിന്ദുസും ഒക്കെ എന്ത് ചെയ്യണം? ഒരുമിക്കണം, എന്നിട്ട് മുസ്ലിങ്ങളോട് പോരാടണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നടക്കും. യഥാർത്ഥത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണം, ഇതുപോലുള്ള ക്രിസംഖികളെയും സംഘികളെയും ഒക്കെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ വേണ്ടി. കാരണം ഇന്ത്യയിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ മറ്റു നിയമങ്ങളൊക്കെ അനുസരിച്ച് പാലിച്ച് ജീവിക്കുന്നവർ ജീവിച്ചാൽ പോരെ, അല്ലാത്തവരെന്തിനാണ് ഇവിടെ ജീവിക്കാൻ വരുന്നത്? നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ആരാണ് ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ ഇന്ത്യയിലെ മറ്റു നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അതുപോലെ ഇയാൾ പറയുന്നത് കേട്ടു തൊടുപുഴ മുഴുവനായിട്ടും മുസ്ലിങ്ങൾ കയ്യേറി കഴിഞ്ഞുവെന്ന്. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. എനിക്ക് മനസ്സിലായിടത്തോളം ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പുറം രാജ്യത്ത് പോയി വോക്കുകയും അവിടുന്ന് കിട്ടുന്ന പണം അവർ ഇവിടെ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ അവിടെയല്ല. കൂടുതൽ പേരും ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം മറ്റു റിലീജിയനിലുള്ള ആളുകൾ, ഞാനിവിടെ റിലീജിയൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. മറ്റു റിലീജിയനിലുള്ള ആളുകൾ എന്ന് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ കൂടുതലും പുറത്തേക്ക് പോകും, പുറം രാജ്യം യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ UK അങ്ങനെയുള്ള കൺട്രീസിലേക്ക് ഇവർ പോകും. അതിനുശേഷം അവിടെ തന്നെയാണ് അവർ സെറ്റിൽ ചെയ്യുന്നതും അവർ ഉണ്ടാക്കുന്ന, അതായത് അവർ അവിടെ വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് കിട്ടുന്ന റവന്യൂസ് ഒക്കെ അവർ അവിടെ തന്നെയാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം മുസ്ലിങ്ങൾ അങ്ങനെയല്ല, അവർക്ക് അവിടുന്ന് കിട്ടുന്ന റവന്യൂസ് അവർ കൂടുതലും ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടുള്ള ഈ തൊടുപുഴയൊക്കെ മുസ്ലിങ്ങൾ മൊത്തം കയ്യേറി എന്നൊക്കെ അറിയാനുള്ള കാരണം അതാണ്. കാരണം അവർ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ സംഘികളും ക്രിസംഘികളും ചേർന്ന് ഇതുപോലെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഡയറക്ട്ലി, അതായത് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ ഡയറക്ട്ലി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നോർത്ത് ഇന്ത്യനെ പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിലില്ല. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം ഓരോ ആളുകൾക്ക്, അതായത് ഈ സംഘികൾക്കും ക്രിസംഘികൾക്കും മുസ്ലിങ്ങളോടുള്ള വിരോധം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഏതെങ്കിലും ഇതുപോലുള്ള ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ പോസ്റ്റിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും എത്രത്തോളം വിഷം വെച്ചിട്ടാണ് ഇവർ ഈ നടക്കുന്നത് എന്നുള്ള കാര്യം.